ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 19-ാം അധ്യായം 23 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക ദുഷ്കരമായ കാര്യമാണെന്ന് യേശുനാഥൻ ശിഷ്യന്മാരെ ഓർമ്മിപ്പിക്കുകയാണ്. ഇതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്, യേശുനാഥനെ അടുക്കൽ വന്ന് ഞാൻ എങ്ങനെയാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എന്ന് ചോദിക്കുന്ന ഒരു ചെറുപ്പക്കാരനോട് അവിടുന്ന് പറയുന്നത്, നിനക്ക് ഒത്തിരിയധികം സമ്പത്തുണ്ട്, നീ അതൊക്കെ ഉപേക്ഷിച്ച് എന്നെ വന്ന് അനുഗമിക്കുകയാണ്. അപ്പോൾ അത് പറയുമ്പോൾ അവൻ വളരെ സങ്കടത്തോടെ യേശുനാഥനെ വിട്ടു പോകുന്നതാണ്. അപ്പം അതിന് ശേഷം യേശുനാഥൻ തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, ഇങ്ങനെ സമ്പത്തുള്ള മനുഷ്യർക്ക് എന്നെ അനുഗമിക്കുന്നത് അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് ദുഷ്കരമാണ്. ഇതിന് മറ്റൊരു പശ്ചാത്തലം കൂടിയുണ്ട്. യേശുനാഥൻ ഇതിൽ പറയുമ്പോൾ ഇന്ന് രണ്ട് കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന്, ഈ സമ്പത്ത് ഉപേക്ഷിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. രണ്ട്, പത്രോസ് യേശുനാഥനോട് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ നിന്നെ പ്രതി ഞങ്ങളുടെ കുടുംബങ്ങളെയൊക്കെ ഉപേക്ഷിച്ചവരാണ്, ഞങ്ങൾക്ക് എന്താണ് ലഭിക്കുക? അപ്പോൾ കുടുംബം, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതത്തിൻ്റെ ഭാഗമായ ജീവിത പങ്കാളികൾ, മക്കൾ, ഇവരെയൊക്കെ ഉപേക്ഷിക്കുന്നതിനെ കുറിച്ചാണ്. എന്തുകൊണ്ടാണ് ഈ ഉപേക്ഷകളെക്കുറിച്ച് ചിന്തിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സുവിശേഷത്തിൽ യേശുനാഥനെ വിശ്വസിച്ച് കൂടെ വന്ന ഈ അപ്പോസ്തലന്മാർ മാത്രമല്ല, ആദ്യകാലങ്ങളിൽ യേശുനാഥനെ വിശ്വസിച്ച് ക്രൈസ്തവ സഭയിൽ അംഗമായി തീർന്ന ആദ്യകാല വിശ്വാസ സമൂഹങ്ങൾ, ഈ സമൂഹങ്ങളിൽ ഉണ്ടായ ചില പ്രശ്നങ്ങളെ കൂടെ നമ്മൾ ഇന്നത്തെ സുവിശേഷത്തോട് ചേർത്ത് വായിക്കണം. മത്തായി ഈ സുവിശേഷം എഴുതുന്ന സമയത്ത് അവിടെ നടക്കുന്ന ചില പ്രശ്നങ്ങളാണ്. അതായത്, യേശുനാഥനെ വിശ്വസിച്ചത് കൊണ്ട് മാത്രം യഹൂദരിൽ പലർക്കും അവർക്കുണ്ടായിരുന്ന സമ്പത്തും സ്ഥാനമാനങ്ങളും ഒക്കെ നഷ്ടപ്പെട്ടിരുന്നു. രാജാവ് കണ്ടുകെട്ടുകയാണ്, ഇവർ ക്രിസ്ത്യാനി ആയതുകൊണ്ട് മാത്രം ഇവരുടെ സമ്പത്ത് കണ്ടുകെട്ടുകയാണ്. അപ്പം സ്വന്തമായി ഉപേക്ഷിക്കുന്നത് മാത്രമല്ല, നിർബന്ധിക്കപ്പെടുന്നുണ്ട് ഇതൊക്കെ നഷ്ടപ്പെടുത്താൻ. പക്ഷെ അപ്പോൾ ആരൊക്കെ സന്തോഷത്തോടെ അതൊക്കെ ഉപേക്ഷിച്ചു, അവർക്കാണ് യേശുനാഥനെ പ്രതി അവൻ്റെ ഈ കുടുംബത്തിൽ അംഗമായി തീരാൻ സാധിച്ചത്. ഇനി യഹൂദ കുടുംബത്തിലായിരിക്കെ യേശുനാഥനെ വിശ്വസിക്കുക വഴി കുടുംബത്തെ തന്നെ ഉപേക്ഷിക്കേണ്ട ഗതികേടിലാണ്. കുടുംബം അവർക്കെതിരെ ഒറ്റുകാരായി മാറുകയാണ്. രാജാവിനോട് എൻ്റെ അപ്പൻ അല്ലെങ്കിൽ എൻ്റെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കൾ, അവർ ക്രൈസ്തവരാണെന്ന് ഒറ്റുകൊടുക്കുമ്പോഴാണ് ഇവരുടെ ജീവനെ രക്ഷിച്ചിരുന്നത്. അങ്ങനെ അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗമായി കരുതിയിരുന്നതെല്ലാം നഷ്ടപ്പെടുന്ന അവസരം. സമ്പത്തായിക്കൊള്ളട്ടെ, സ്ഥാനമാനങ്ങൾ, സ്വന്തം കുടുംബത്തിൽ പിറന്നവർ, ഇവരെയൊക്കെ യേശുനാഥന് വേണ്ടി തള്ളിപ്പറയേണ്ട ഒരു സമയത്താണ് സുവിശേഷം രചിക്കപ്പെട്ടതെന്നും കൂടി ഓർക്കണം. അപ്പോൾ യേശുനാഥൻ ഇത് മുമ്പേ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്നെ പ്രതി എന്തെങ്കിലുമൊക്കെ ഉപേക്ഷിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം യേശുനാഥനാണ്. ഞാൻ അവന് വേണ്ടിയാണ് ഇതൊക്കെ ഉപേക്ഷിക്കുന്നത് എന്നുള്ളതാണ്. എൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ ഞാൻ ഉപേക്ഷിക്കുമ്പോൾ ഒറ്റപ്പെട്ടു പോകുന്നില്ല, എൻ്റെ കൂട്ടിന് ക്രിസ്തു ഉണ്ട്. എൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം അവനായി മാറുന്നു, എൻ്റെ ഏറ്റവും വലിയ കുടുംബം അവനായി മാറുന്നു. എന്നിട്ട് യേശുനാഥൻ കൂട്ടിച്ചേർക്കുന്നത് ഇതിനോടൊപ്പം തന്നെ സ്വർഗരാജ്യത്തിൽ നിങ്ങൾക്ക് അനുഗ്രഹം. ആ സ്വർഗരാജ്യത്തിൻ്റെ സന്തോഷം എന്ന് പറയുന്നത് അവനോടൊപ്പം ആയിരിക്കാൻ ലഭിക്കുന്ന സന്തോഷമാണ്, അവൻ്റെ കുടുംബത്തിലെ അംഗമായിരിക്കാൻ ലഭിക്കുന്ന സന്തോഷമാണ്. മാത്രമല്ല, ഇങ്ങനെ കുടുംബത്തെയും സ്ഥാനമാനങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് വന്നിരുന്ന മനുഷ്യർ ക്രിസ്തുവിൽ ഒന്നായി തീരുന്നൊരു സംഗതി നമ്മൾ കാണുന്നുണ്ട്. ആദിമ ക്രൈസ്തവർക്കിടയിൽ അവർ പരസ്പരം സഹോദരങ്ങളായി മാറുന്നുണ്ട്, പരസ്പരം സംരക്ഷിക്കുന്നവരും സ്നേഹിക്കുന്നവരുമായി മാറുന്നുണ്ട്. അങ്ങനെ നഷ്ടപ്പെട്ടതിൻ്റെയൊക്കെ ഇരട്ടി ഭൂമിയിൽ തന്നെ ലഭിച്ച മനുഷ്യരെയും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ സുവിശേഷം നമ്മളോട് പറയുന്നതും അതാണ്, ക്രിസ്തുവിനേക്കാൾ ഉപരി മറ്റൊന്നിനെയും സ്നേഹിക്കാതിരിക്കുക. ക്രിസ്തുവിന് പ്രാധാന്യം കൊടുക്കുന്ന മനുഷ്യരായി തീരുമ്പോൾ ചില നഷ്ടങ്ങൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റെടുക്കേണ്ടി വരും. ഈ തിരുവചനം ധ്യാനിക്കുമ്പോൾ അങ്ങനെയുള്ള നഷ്ടങ്ങളെ ക്രിസ്തുവിനോടുള്ള സന്തോഷത്തെ പ്രതി തിരസ്കരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുനാഥൻ അതിനെ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.